നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്. മൈൻഡ് എവിടെയാണ്? ഹാർട്ടിലാണെന്ന് പറയും, ബ്രെയിനിലാണെന്ന് പറയും. ഞാമിന് എന്താ തോന്നുന്നത്? ഇതിന്റെ എനിക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാനും മനസ്സിലാക്കുന്നത് ഹാർട്ടും മൈൻഡും കൂടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഐ മീൻ ഹാർട്ടും ബ്രെയിനും ബ്രെയിനും കൂടെ ബോഡിയും. ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ എൻ്റെ അറിവിന്റെ പരിമിതി വെച്ച് മനസ്സിലാക്കുന്നത്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് വരാം. അതെന്താണ് ശരിക്കും? അതായത് ഇപ്പം മൈൻഡിന് നമ്മൾ 3 തരത്തിലൊക്കെ കുറേ ഡിവിഷൻസ് ഉണ്ട്. എന്നാലും പ്രധാനപ്പെട്ട് നമ്മളിപ്പോൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഐസ്ബർഗ് ഒക്കെ വരച്ചിട്ട് നമ്മൾ പഠിക്കാറില്ലേ? കോൺഷ്യസ് സബ് കോൺഷ്യസ് പഠിക്കുന്നുണ്ട്. അൺകോൺഷ്യസ് എന്നൊക്കെ പഠിക്കും. ഇതെന്താ ശരിക്കും കോൺഷ്യസ് മൈൻഡ്? കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഓർഗൻസ് കൂടെ ഉണ്ടാവുന്ന കാണുന്ന കേൾക്കുന്ന അങ്ങനെ. നമ്മളിപ്പം ഇരിക്കുന്ന ഒരു ആ. സാഹചര്യത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് പാമ്പ് കടിച്ചാൽ മരിക്കില്ല. ഉം. നമ്മളത് വിശ്വസിക്കില്ല. ഇല്ല. കാരണം എന്താ? നമ്മൾ ക്രിട്ടിക്കലി അത് തിങ്ക് ചെയ്യും. ആ. പാമ്പ് കടിച്ചാൽ മരിക്കും. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള നോളജാണ്. എവല്യൂഷണറിൻ്റെ പാർട്ടായിട്ട് തന്നെ നമുക്കറിയാം അത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ആ. പല കാര്യങ്ങളും. ആ. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുമ്പുണ്ടായ പല അനുഭവങ്ങൾ. ഇപ്പോൾ ഇന്നലെ കഴിച്ച ഫുഡ് എന്താ നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒന്നുകൂടി നമ്മൾ ചോദിച്ചു ആലോചിച്ചാൽ കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. ചിലപ്പോൾ അതിൻ്റെയും ഡെപ്തിൽ ഒരു 10 ദിവസം മുമ്പ് കഴിച്ച ഫുഡ് എന്താണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഇത് ബ്രെയിനിൽ സ്റ്റോർഡ് ആയിരിക്കും. ഉം. ഉം. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പെരിഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഈ കോൺഷ്യസ് സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഉം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കോട്ടുള്ള ഇതാണ് എന്ത് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിനും ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ഡെപ്തിൽ ഇപ്പം ബ്രെയിൻ സ്റ്റെമ്മ് പോലത്തെ അങ്ങനെയൊക്കെ കിടക്കുന്ന വളരെ ഡെപ്തിൽ പോകുന്ന പാർട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം വർക്ക് ചെയ്യുന്നത് ശരിക്കും ബ്രെയിനിനകത്താണ്. പിന്നെ ഗട്ടിൽ നമുക്ക് ചില ഫീൽ ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഗട്ട് ഗട്ട് ഫീലിംഗ്. ഫീലിംഗ്. അപ്പോൾ ഗട്ട് ഫീലിംഗ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിനകത്ത് നമുക്കറിയാം ബ്രെയിൻ പോലെ തന്നെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന വയറാണ്. വയറിനകത്ത് ഒരുപാട് ന്യൂറോൺസും കാര്യങ്ങളും ഉണ്ട്, കോടിക്കണക്കിനുണ്ട്. പിന്നെ ഇതെന്നൊരു വീഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മുകളിലേക്ക് പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അതിനകത്തൂടെ ഇതിൽ ബ്രെയിനും എന്താ പറയുക ഗട്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം ചില ഫിയർ ഫാക്ടേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെയും അതേ എഫക്റ്റ് വരും. കാരണം ഇവിടുത്തെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളങ്ങനെ അറിയില്ല. ഒന്നില്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും. കാരണം ഇത് ഇതിലേ ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും. ഈ നെർവിൽ കൂടെയുള്ള ചില എന്താ പറയുക സംവേദനങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്.